ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ വേട്ടക്കാരൻ വ്ലോഗ്. അപ്പം നമ്മൾ ഇന്നൊരു പുതിയൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് പോവാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന്. നമ്മളിപ്പോൾ ദുബായ് വന്നിട്ടൊരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം നേരെ നമുക്ക് കിടക്കാം. നമ്മളിത് ഇവിടെ നിന്ന് നേരെ ഷാർജ എയർപോർട്ടിൽ നിന്നും ഞങ്ങളുടെ ഒരു ബസ്സിൽ, അക്കോമഡേഷൻ ബസ്സിൽ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ വൈകാതെ തന്നെ നമ്മൾ ദുബായിലെത്തും. ഏകദേശം ദുബായ് ബോർഡർ എത്തിയുണ്ട്. അതിനനുസരിച്ചുള്ള വണ്ടികളുടെയൊക്കെ കളക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള അടിപൊളി വണ്ടികൾ കുറേ പോകുന്നുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പൊക്കെ ആയിട്ട് നല്ലൊരു ഈവനിങ് ടൈമിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 1.5 ഇയർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചവിട്ടും തൊഴിയും കൊണ്ട്. സോ വി ഡിസേർവ് ഇറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു കപ്പലിൽ, ഒരു ക്രൂസ് ഷിപ്പിൽ ഒരു യാത്ര വിത്ത് ഫുഡ്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, ട്രഡീഷണൽ ഡാൻസൊക്കെ. അപ്പോൾ അങ്ങനെ പോകണമെങ്കിൽ ഒരു കിടിലൻ ബീഗിൾ കണ്ടു. പട്ട സാധനം കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുള്ള സാധനം. അപ്പോൾ ആരായാലും കണ്ടാൽ നോക്കിയിരിക്കുന്നത് സ്റ്റണ്ണിങ് ആയിട്ടുള്ള രീതിയിലാണ് ഇവൻ. അങ്ങനെ നമ്മളതേ നടക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് ദുബായിലോട്ട് പോവുകയാണ്. നമ്മുടെ കൂടെ ഇവിടെ വേട്ടക്കാരനുണ്ട്, പാമ്പുണ്ട്. നല്ല ഫണ്ണിയാണ്. ഞങ്ങളെല്ലാവരും നല്ല കമ്പനി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഫുള്ള് ബോയ്സ് മാത്രമേ ഉള്ളൂ ട്രിപ്പാണ്. അപ്പോൾ ഇത്തിരി അലമ്പും അടിപൊളിയും കള്ളുകൂടിയും എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതേപോലെ യാത്രയാണ്. ഹലോ ഗെയ്സ്, നമ്മളിന്ന് പോകുന്നത് കപ്പലിലോട്ടാണ്. നമുക്ക് കപ്പലിലോട്ട് പോവാം. ഇപ്പോൾ ഇതാ നമുക്ക് മാർഗദർശനം തന്ന ഇദ്ദേഹത്തിൻ്റെ പേരാണ് അനൂപ് ചേട്ടൻ. നമ്മുടെ കഥയിലെ സ്പൾവറാണ്. അപ്പോൾ ദേ നമ്മൾ നടന്ന് സ്ഥലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇഷ്ടം പോലെ യാട്ടുകളുണ്ട്, കപ്പലുകളുണ്ട്, കുറേ സെറ്റപ്പ് ക്രൂസ് ഷിപ്പുകളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. വൈകുന്നേരത്തെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ വേണ്ടി ഫോട്ടോ എടുക്കാനൊക്കെ 2-3 സമയങ്ങളും കിട്ടി, കുഴപ്പമില്ലാണ്ട്. അപ്പോൾ നമ്മളിതേ കലാപരിപാടികൾ കയറി നമ്മുടെ യാട്ടിലേക്ക് കയറി പോവുകയാണ്. അതിൻ്റെ മേളിലത്തെ സെറ്റപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ചെയ്യാൻ വേണ്ടി ഒരു വെൽക്കം ഡ്രിങ്ക് നമുക്ക് തന്നായിരുന്നു. പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ മീൽസിലേക്ക് കിടക്കുമായിരുന്നു. നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ഡിഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ്, ഫിഷ്, ചിക്കൻ, പിന്നെ കറി, ഇത്രയാണ് നോൺ വെജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെജ് ആയിട്ടുള്ളവർക്ക് മാഗി നൂഡിൽസ്, പിന്നെ റൈസും, മോട്ട റൈസും, പിന്നെ അതിനുള്ള സാമ്പാറും മറ്റങ്ങനെയുള്ള കറികളും. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൽസ് ആയിരുന്നു. ഫിഷ് ഐറ്റം എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത്ര വലിയ സെറ്റപ്പൊന്നും അല്ലായിരുന്നല്ലോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് നേരം അത്യാവശ്യം ബുർജ് ഖലീഫയുടെ ചൊട്ടിക്കടയൊക്കെയുള്ള 2 അടിപൊളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വ്യൂസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഗൈസ്, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കലാപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. കലാപരിപാടികൾ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ അറപ്പിച്ചേട്ടൻ വന്ന ഒരു ടൈപ്പ് ഡ്രസ്സ്, പാവാടയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഓട്ടംതുള്ളലും കഥാകളിയൊക്കെ പോലെ തന്നെ ഇവരുടെ ഒരു ട്രഡീഷനാണെന്ന് തോന്നുന്നു. എന്തായാലും കലാപരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ ഉള്ള ലൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ചെറിയ ബ്ലൈൻഡിങ് ലൈറ്റ്സ് വരുന്നതുകൊണ്ട് നമ്മുടെ ഫോണിൽ എത്ര ഷൂട്ട് ചെയ്തിട്ട് നമുക്കത് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ആ ഷിപ്പിൽ ലൈറ്റിങ് കാരണമാണ് നമ്മുടെ ക്യാമറയിൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. 13 Pro ഒക്കെയാണ്, എന്നാലും അത്രയാണ് കിട്ടുന്നുള്ളൂ. ഏത് ഫോണിൽ നിന്ന് നോക്കിയിട്ടും ഇങ്ങനെയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര അടിപൊളി പരിപാടി എന്ന് പറയാൻ പറ്റുകയെന്ന് അറിയില്ല. പക്ഷേ എന്നാലും നിങ്ങളിത് എൻജോയ് ചെയ്യണമെങ്കിൽ, കാരണം നമ്മൾ ആ ഒരു ആംബിയൻസിൽ ഈ ഒരു കടൽക്കാറ്റൊക്കെ കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ വന്നിരുന്നാലാണ് ഇതിൻ്റെ ആ ഒരു വൈബ് കിട്ടുള്ളൂ. കറക്റ്റ് പെട്ടെന്ന് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അതിൻ്റെ അത്ര ആ ഒരു ഫീൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്തായാലും അടുത്തത് ഒരു നല്ല പാക്കേജായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി ഒരു സംഭവം നമുക്ക് ചെയ്യാം. നമുക്ക് എന്തായാലും പുറത്ത് പോകുമ്പോൾ. അപ്പോൾ ഇനി നിങ്ങളെന്തായാലും വിഷമിക്കേണ്ട, ഇനിയാണ് കളി മാറാൻ പോകുന്നത്. നോക്കിയിരുന്നു.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യണം, കാരണം അധികം ക്ലിപ്സൊക്കെ ഒന്നും കിട്ടിയില്ല. ഞാൻ അത്ര പ്രിപ്പയർഡ് ആയിരുന്നില്ല, പിന്നെ ഫോണിൽ ബാറ്ററി ലോ ആയിരുന്നു. അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വീഡിയോ ക്ലിപ്സൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഞാനിവിടെ അപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ് എൻ്റെ ഉള്ളത്, ഞാനിവിടെ ഇട്ടേക്കാം, സൈഡിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതെല്ലാവരും താല്പര്യമുണ്ട് കോൺടാക്ട് ചെയ്ത് നോക്കാം. 60 ദിറമാണ് ഒരാൾക്ക് ഈ ഒരു ഫുൾ പാക്കേജിന് ഒരു ചാർജ് ചെയ്തത്. കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്പനിയിൽ തന്നെ എല്ലാവരും ലോകത്തുള്ള ഏകദേശം എല്ലാവരും ഉണ്ട്. അതിൽ ആകെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് മലയാളി സോങ് ഇട്ടത് ജിലി ജിലി സലാമാണ്. അതും കുറച്ച് ഇട്ടപ്പോൾ തന്നെ തീർന്നുപോയി. അപ്പോൾ അതുകൊണ്ട് അധികം ഒന്നും അടിച്ചു പൊളിക്കാൻ പറ്റില്ല. എന്തായാലും പറ്റുന്നത്ര നമ്മൾ പൊളിച്ച് വാരിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. സ്റ്റിൽ ദെൻ ഇറ്റ്സ് യുവർ വൺ ആൻഡ് ഓൺലി ഫേവറേറ്റ് വേട്ടക്കാരൻ സൈനിങ് ഓഫ് ഗൈസ്. See you on the next video. Bye.